നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഭദ്ര, സുഖാണോ? സുഖകരമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ദേവിയെ കെട്ടിച്ചേരാന്നും പറഞ്ഞ് കുറെ കാശടിച്ച് മാറ്റിയിട്ട് കാലി മാറിയവരല്ലേ നിങ്ങള്? നിങ്ങൾ ഇപ്പൊ എന്തിനാ എന്നെ വിളിപ്പിച്ചേ? കാര്യമുണ്ട്. എന്നാ അത് പറ. നാട്ടിലെ ഋഷിന്നൊരുത്തൻ ഗോപികയുടെ കൂടെ ചുറ്റിക്കറങ്ങി നടന്നിരുന്നത് നിനക്ക് ഓർമ്മയുണ്ടോ? അറിയാം. അവനാ സ്വർണ്ണമ്മയുടെ കടങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ദേവികയെ സഹായിച്ചത്. അങ്ങനെ സഹായിച്ച് അവനിപ്പൊ ഗോപികയും കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു. ഓ, അവൻ ഗോപികയെ കെട്ടിയോ? ഓ, അതൊക്കെ വലിയ കഥയാ. അതൊക്കെ ഞാൻ പിന്നെ പറയാം. ആദ്യം പറഞ്ഞു വന്നത് പൂർത്തിയാക്കട്ടെ. നിന്നെ ജയിലിലാക്കാൻ വേണ്ടി ഈ ദേവികയ്ക്ക് ധൈര്യം കൊടുത്തത് അവനാ. അവൻ കൊടുത്ത പിൻബലത്തിലാ ഭദ്രനെ അവൾ ജയിലിൽ കിടത്തിയത്. നിങ്ങൾ ഈ പറഞ്ഞൊക്കെ സത്യമാണോ? അയ്യോ, ഞാൻ എന്തിനു കള്ളം പറയണം? പറഞ്ഞതൊക്കെ 100% സത്യ. ഇങ്ങനൊരാളില്ലെങ്കിൽ ദേവിക ചേച്ചിക്ക് ഭദ്രേട്ടനെ എങ്ങനെ ജയിലിലാക്കാൻ പറ്റും? ഭദ്രേട്ടൻ വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്ക്. അതെ, ഋഷി അവനിപ്പോ എവിടെ ഉണ്ട്? അയാൾ ഈ സിറ്റി തന്നെയുണ്ട്. നിങ്ങൾ അവനെ എനിക്കൊന്ന് കാണിച്ച. എന്നെ ജയിലിൽ കിടത്തിയ അവൻ ഇനി അങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കണ്ട. അവന്റെ ജീവിതം ഞാൻ താറുമാറാക്കും. അവന്റെ ഫോട്ടോ മതിയോ? മതി. ഇപ്പൊ തരാം. അല്ല, അതൊക്കെ പോട്ടെ. എന്റെ ദേവുട്ടിപ്പ് എങ്ങനെയുണ്ട്? എന്തു പറയാനാ, അവളെ ഇപ്പൊ ആരും ചോദ്യം ചെയ്യാനില്ല എന്നുള്ള അഹങ്കാരത്തില് ചുറ്റിക്കറങ്ങി നടക്കുകയല്ലേ. അവളിപ്പൊ അങ്ങനെ ചുറ്റിത്തിരിയട്ടെ. പക്ഷേ അധികം വൈകാതെ തന്നെ അവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.